രാവ് സീസൺ 4 സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷൻ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. വാശിയേറിയ മത്സരം കാഴ്ചവെക്കാനായി ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കവാലി റൗണ്ടിലെ പെർഫോമൻസിനായി ലെറ്റ്സ് വെൽക്കം ഫാത്തിമ ഹെന്ന. ഹായ് ഫാത്തിമ, സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷന് വേണ്ടി റെഡിയായി വന്നിരിക്കുകയാണല്ലേ ഫാത്തിമ? ഫാത്തിമ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേജാണ്. 2 റൗണ്ട്സ് ആണുള്ളത് ആൻഡ് യു ആർ റെഡി ഫോർ ദ ഫസ്റ്റ് പെർഫോമൻസ്. കവാലി സോങ് റൗണ്ടിലാണ് പെർഫോമൻസ്. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ അഷ്റഫ് മഞ്ചേരി സാർ ട്യൂൺ ചെയ്ത OM മാഷ് എഴുതി സമദ് ഫർദ ഹദാം ഹക്കൻ. ഓക്കെ, ഇത് നമ്മുടെ എല്ലാ സീസണിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സുൽഫ പാടിയിട്ടുണ്ട്, നമ്മുടെ ഒരു സീസണിലെ വിന്നറായ സുൽഫ പാടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു സീസണിൽ ഫാത്തിമയ്ക്ക് ഈ ഒരു പാട്ട് കൊണ്ട് ഗുണങ്ങൾ ചെയ്യുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഫാത്തിമ നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്.
ഫർദാം ഷൗക്കിൽ സുബർഗമൊരുക്കിയതാം ചൊർക്കിൽ ഫർദാം ഷൗക്കിൽ സുബർഗമൊരുക്കിയതാം ചൊർക്കിൽ സമദ് ഫർദഹദാം ഹക്കൻ സകലമമിതഹദാം കൽബിൽ കരുണ തരു ഫർദാം ഷൗക്കിൽ സുബർഗമൊരുക്കിയതാം ചൊർക്കിൽ സമദ് ഫർദഹദാം ഹക്കൻ സകലമമിതഹദാം കൽബിൽ കരുണ തരു ഫർദാം ഷൗക്കിൽ സുബർഗമൊരുക്കിയതാം ചൊർക്കിൽ ഉലകിലാകെയും സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷനിലെ ആദ്യത്തെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ഖവാലി സോങ് റൗണ്ടിലെ പെർഫോമൻസ്. ഫാത്തിമ ഹെന്ന നന്നായിട്ട് പാടി ആൻഡ് നമ്മുടെ കോറസും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നമുക്ക് കമൻസ് കേൾക്കാം. ഓക്കെ സാർ. ഫാത്തിമ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഫോർമാറ്റ്, നല്ല ഖവാലിയായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു, പാടുമ്പോഴും നല്ല പ്ലസൻ്റ് ആയിരുന്നു. ഇവരെല്ലാവരും ഒന്നുകൊണ്ട് ഒരു ക്ലാപ്പും കൂടെ കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഗ്രൂപ്പ് ബാക്കിലുള്ളവരൊക്കെ അല്ലേ, നന്നായിരുന്നു. നല്ല ഇത് ആരുടെ കോമ്പസിഷൻ? ഇത് അഷ്റഫ് മഞ്ചേരി സർ. ഓ, നല്ല കോമ്പസിഷൻ ആട്ടോ.
നന്നായിട്ടുണ്ട്. പിന്നെ മിക്സ് എഴുതിയ ആരാണത്? OM കരുവാരക്കുണ്ട്. നന്നായിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയത് മോൾ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആകാമായിരുന്നു. സംഗതികളൊക്കെ ന്യൂആൻസസ് സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടിയെങ്കിൽ. പിന്നെ താളത്തിൽ നല്ല താളബോധമുണ്ട് മോൾക്ക്, നല്ല റിതം സെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് എടുക്കുന്നതും പിന്നെ കവാലി കൂടുതൽ റിതം ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ അതിൽ നല്ല താളബോധം ഉണ്ടെങ്കിലേ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുണ്ട്. പിന്നെ എനിക്ക് സിംഗിങ്ങിൽ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ വന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി പല സ്ഥലത്തുമൊക്കെ സംഗതികളൊക്കെ പാടുന്ന സമയത്ത്. പിന്നെ അതിൽ താനും സർഗംസൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ട്. ഈ കോമ്പസിഷൻ ചെയ്ത ആളെ ഞാൻ ഒന്നുകൂടെ പിന്നെ ഈ സമയത്ത് ഞാൻ പറയാണ്, നല്ല കോമ്പസിഷനാണത്. എന്തായാലും ഖവാലി നമ്മുടെ ക്ലാസിക്കൽ റാഗാസിലൊക്കെയാണ് പലവരും പല മ്യൂസിഷ്യൻസും പാടുന്നുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഓറിയൻറ്റഡ് ആണത് ശരിക്ക്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഹിന്ദു ഇതിൽ പറയുമ്പോൾ, റിലീജിയനിൽ പറയുമ്പോൾ അത് ഭജൻ ആണ്. പിന്നെ നമ്മുടെ മുസ്ലിം രീതിയിൽ പറയുമ്പോൾ, റിലീജിയനിൽ പറയുമ്പോൾ ഖവാലി തന്നെയാണ്. ഇപ്പുറത്ത് ഭജനാവുന്നതും അപ്പുറത്ത് ഖവാലി ആവുന്നതും അല്ല ഓം രണ്ടും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കത്. അത് നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മീഡിയ ചാനലിൽ മാത്രമേ ഇങ്ങനെയുള്ള ഓറിയൻറ്റഡായ നമ്മളെ പഴയ രീതിയിലുള്ള ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുള്ളൂ. ഖയാലായാലും ഗസലായാലും പിന്നെ ഖവാലി ആയാലും അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ ഐ എം സോ ഹാപ്പി. താങ്ക് യു സർ. ഷാൻ സർ. ഫാത്തിമ, ഇൻട്രോ ഒക്കെ തുടങ്ങിയത് ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ആ ഇൻട്രോയിലടക്കം ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ടഫ് സോങ് ആണ്, നമ്മൾ അത് ഒരിക്കലും ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പാട്ടാണെന്ന് ഒരിക്കലും പറയില്ല. ടഫ് സോങ് ആണ്. പാടിയത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, നല്ല ഭാഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ ഈ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഈ ഒരു പാട്ടിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് അല്ലേ? അത് അത്ര അങ്ങോട്ട് ബ്യൂട്ടിഫുൾ ആവാത്ത പോലെ എനിക്ക് തോന്നി. ഇനിയിപ്പം ഒരു റൗണ്ട് കൂടെ ഉണ്ട് ഫാത്തിമ, അതിൽ നന്നായിട്ട് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. രേണത്ത. മോൾ എനിക്ക് തോന്നുന്നു പാടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് മോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു വേറെ ഒന്നുമല്ല, ആ ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ ഫാത്തിമ. അതൊരു നല്ലൊരു, കാരണം വേറെ എവിടെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇവരെ ആരെയും നോക്കാണ്ടേ ഒന്നും, ആൾ അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കണേ, പ്രാക്ടീസ് ചെയ്തതും. അതൊക്കെ ശരിക്ക് തുടക്കം മുതൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പാടുമ്പോൾ ചിലയിടത്ത് പറയാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ അത്രയും വലിയൊരു സോങ്ങാണ്, അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു രേണത്ത. ഫൈസൽ മാഷ്. മോള് സുൽഫ പാടി കേട്ടല്ല, അഷ്റഫ് മാഷ അടുത്ത് തന്നെ പോയതാണല്ലേ? സംഗതികളൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വരികൾ മാറ്റിയോ? അങ്ങനെ അല്ല, വരി തെറ്റിപ്പോയതാണ്. പിന്നെ മോളാദ്യം കുറച്ച് അറബി പദങ്ങളില്ലേ, അഫല, ഖുർആനിലെ ചില കാര്യങ്ങൾ ആയത്ത് അവിടെ ചെയ്തു അല്ലേ, അതൊന്ന് പറഞ്ഞാൽ മതി, പാടണ്ട. അഫല യൻളുറൂന. അഫല അഫല യൻളുറൂന എന്നാണ്, എൻ അല്ല യൻളുറൂന എന്നാണ്. ബാക്കിയൊക്കെ ഇവർ പറഞ്ഞ പോലെ തന്നെ മോൾ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് സുൽഫയെ ഒരു ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ഫൈനൽ എത്തിച്ച ആ ഒരു പാട്ടാണ്, ആ ഒരു പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് ഉള്ള ഒരു സെലക്ഷനാണ് മോൾ ചെയ്തത്. ഓക്കെ മോള്, ഒരു പാട്ടുകൂടെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു ഫൈസൽ മാഷെ. ഫാത്തിമ കുട്ടി എന്ത് തോന്നുന്നു കമൻസ് കേട്ടിട്ട്? ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അല്ലേ? ഈ ഒരു വളരെ കോമ്പറ്റീഷൻ ഇങ്ങനെ ടൈറ്റ് ആവുന്ന ഒരു ഘട്ടം തന്നെയാണ് സെമി ഫൈനൽ സ്റ്റേജ്. ഫാത്തിമയ്ക്ക് വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല അല്ലേ? അങ്ങനെയാണോ അതോ പ്രാക്ടീസിൻ്റെ കുറവാണോ? പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇനി ഒരു ഒറ്റ സോങ് മാത്രമേ ഉള്ളൂ. അതാണ് മോളെ ഫൈനൽസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് അറിയാൻ പറ്റുക. എന്തായാലും ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് മാർക്സ് ആദ്യമായിട്ട് നമുക്ക് ആരോട് ചോദിക്കാം? രേണത്ത. 26.5. 26.5 on 30. താങ്ക് യു രേണത്ത. ഷാൻ സർ. 26.5. 26.5 again. Thank you, Shan sir. Faisal Masher. 26 on 30. Lyrics തെറ്റിച്ചതിന് ഒരു 0.5 കുറച്ചു. ഓക്കെ, ഇനി ഔട്ട് ഓഫ് 10 ആണ് സർ. പല സ്ഥലങ്ങളും ഇവരൊക്കെ പറഞ്ഞ പോലെ നന്നായിട്ടുണ്ട്. ഈ നന്നായത് കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ചീത്തയാകുമ്പോൾ ഇത് വല്ലാണ്ട് കുഴച്ച് നിൽക്കും. പറഞ്ഞതുപോലെ 8 മാർക്സ് നമ്മൾ. 8 on 10. താങ്ക് യു സർ.
ഫാത്തിമ ഹെന്ന 87 ഔട്ട് ഓഫ് 100 ആണ് നമ്മുടെ ഈ ഒരു സെമി ഫൈനൽ സ്റ്റേജിൽ ഫസ്റ്റ് പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത്. ഫാത്തിമ കീപ് സ്മൈലിംഗ്. ആ ഒരു സ്മൈലാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഹൈലൈറ്റ് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഫാത്തിമ ഇങ്ങനെ ഭയങ്കര ലവ്ലി ആയിട്ട് പാടിയിരുന്നു. എന്തായാലും അടുത്ത പെർഫോമൻസിൽ നന്നായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.